കേരളത്തിലെ എക്സൈസ് ഭരണനിർവഹണത്തിലും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലും നിർണായകമായ ചില തിരുത്തലുകൾക്കും വഴിവെക്കുന്ന പ്രഖ്യാപനങ്ങളാണ് എക്സൈസ് മന്ത്രി എം ലിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ലഹരി വർജന മിഷനായ വിമുക്തി പദ്ധതിയുടെ അവലോകനവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രി വകുപ്പിലെ നിലവിലത്തെ പോരായ്മകളെയും അനധികൃത ആനുകൂല്യങ്ങളെയും രൂക്ഷമായി വിമർശിച്ചത്. കോട്ടയം ജില്ലയിലെ ബാറുകളുടെ പ്രവർത്തന സമയത്തെ ക്രമക്കേടുകൾ, പത്തനംതിട്ടയിലെ കള്ളവാറ്റ് ഭീഷണി, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ കള്ള് ഷാപ്പുകൾ പുനഃസംഘടന എന്നിവയെല്ലാം യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായി ഉയർന്നു. എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നിയമപാലനം ഏവർക്കും ഒരുപോലെ ബാധകമാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടാണ് യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. കേരളത്തിലെ അബ്കാരി നിയമം അനുസരിച്ച് സംസ്ഥാനങ്ങളിലുടനീളം ബാറുകളുടെ പ്രവർത്തനത്തിന് ഏകീകൃതവും കൃത്യവുമായ സമയക്രമം നിലവിലുണ്ട്. എന്നാൽ കോട്ടയം ജില്ലയിൽ മാത്രം ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വെളുപ്പിന് രാവിലെ 7 മണി മുതൽ തന്നെ പല ബാറുകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യമാണ് മന്ത്രി യോഗത്തിൽ എടുത്തു പറഞ്ഞത്. സംസ്ഥാനത്തെ മറ്റ് 13 ജില്ലകളിലും ബാറുകൾ തുറക്കുന്നതിന് കൃത്യമായ സമയപരിധി പാലിക്കപ്പെടുമ്പോൾ കോട്ടയത്ത് മാത്രം വേറിട്ടൊരു രീതി പിന്തുടരുന്നത് ഗുരുതരമായ അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയായി മന്ത്രി ചൂണ്ടിക്കാട്ടി. രാവിലെ തന്നെ ബാറുകൾ തുറന്നു പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ജോലിക്ക് പോകുന്ന സമയത്ത് മദ്യശാലകൾ സജീവമാകുമ്പോൾ പ്രദേശത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും മറ്റ് സാമൂഹിക വിപത്തുകൾക്കും വഴിവെക്കുന്നുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥരുടെയോ പ്രാദേശിക ഇൻസ്പെക്ടർമാരുടെയോ അറിവോടുകൂടി ഇല്ലാതെ ഇത്തരമൊരു അനധികൃത സമയം ദീർഘകാലമായി തുടരാൻ കഴിയില്ലെന്ന വിമർശനവും യോഗത്തിൽ ശക്തമായി ഉയർന്നു. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തനത്തിന് ഒരൊറ്റ നിയമമേ ഉള്ളൂവെന്നും ഒരു പ്രത്യേക ജില്ലയ്ക്ക് മാത്രം വേറൊരു നിയമമോ സവിശേഷ ആനുകൂല്യമോ അനുവദിച്ചു നൽകാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയ മന്ത്രി മറ്റ് ജില്ലകളിൽ നടപ്പാക്കുന്ന സമയക്രമം കോട്ടയത്തും അതേപടി നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിലെ ഈ പ്രത്യേക ആനുകൂല്യത്തിന് പിന്നിൽ മുൻ എക്സൈസ് മന്ത്രിയാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്ക് യോഗത്തിൽ വിരാമമായി. മുൻ എക്സൈസ് മന്ത്രി ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്നും പാലക്കാട്ടുകാരനായ അദ്ദേഹമല്ല കോട്ടയത്തെ ബാറുകൾക്ക് രാവിലെ 7 മണി മുതൽ തുറക്കാനുള്ള ആനുകൂല്യം അനുവദിച്ചു നൽകിയതെന്നും എം ലിജു വ്യക്തമായി പ്രസ്താവിച്ചു. ചില പ്രാദേശിക സ്വാധീനങ്ങളുടെയോ ഉദ്യോഗസ്ഥ അനാസ്ഥയുടെയോ ഫലമാണ് ഈ അനധികൃത ഇളവ് ദീർഘകാലമായി നീണ്ടുപോകുന്നത്. അത്തരം സവിശേഷ സാഹചര്യങ്ങൾ ഇനി ഒരു ജില്ലയിലും അനുവദിക്കില്ലെന്ന് മന്ത്രി തറപ്പിച്ചു പറഞ്ഞു. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയാണെന്നും വ്യവസായ രംഗത്തായാലും കച്ചവട രംഗത്തായാലും പ്രത്യേക ഇളവുകൾ നൽകുന്നത് വകുപ്പിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണെന്നും യോഗം വിലയിരുത്തി. ലഹരി വർജന ലക്ഷ്യങ്ങളുമായി രൂപീകരിച്ച വിമുക്തി മിഷന്റെ ഫലപ്രദമായ നടത്തിപ്പിന് വ്യാപാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്ന് നിയമവിധേയമായ സമീപനം അത്യാവശ്യമാണ്. ഒരു വശത്ത് ബോധവൽക്കരണവും ഡി അഡിക്ഷൻ പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുമ്പോൾ മറുവശത്ത് പുലർച്ചെ മുതൽ ബാറുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നത് സർക്കാരിന്റെ ലഹരി വിരുദ്ധ നയങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ്. വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ഫലപ്രദമായി എത്തിക്കുവാൻ സർക്കിൾ ഇൻസ്പെക്ടർമാർക്കും ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും കൃത്യമായ ഇടവേളകളിൽ സർപ്രൈസ് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ബോധവൽക്കരണത്തോടൊപ്പം തന്നെ നിയമപാലനം കർശനമാക്കിയാൽ മാത്രമേ ലഹരി വർജന മിഷന് പൂർണ്ണമായ വിജയം കൈവരിക്കാൻ സാധിക്കൂവെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. യോഗത്തിൽ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പത്തനംതിട്ട ജില്ലയിലെ വ്യാജമദ്യ നിർമ്മാണവും കള്ളവാറ്റുമാണ്. മലയോര മേഖലകളിലും വനപ്രദേശങ്ങളിലും അതിർത്തി പങ്കിടുന്ന പത്തനംതിട്ടയിലെ ഭൂപ്രകൃതിയെ മുതലെടുത്താണ് പലയിടങ്ങളിലും കള്ളവാറ്റ് വ്യാപകമാകുന്നത്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയിടുന്നതിനായി വനാതിർത്തികൾ, ജനവാസം കുറഞ്ഞ പ്രദേശങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ എക്സൈസ് സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ അടിയന്തര സംയുക്ത പരിശോധനകൾ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. കള്ളവാറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുൻകൂട്ടി ശേഖരിക്കുന്നതിന് രഹസ്യാന്വേഷണ വിഭാഗത്തെ കൂടുതൽ കാര്യക്ഷമമാക്കും. വ്യാജമദ്യ ഉൽപാദനം, വിതരണം, സംഭരണം എന്നിവയിൽ ഏർപ്പെടുന്നവർക്കെതിരെ അബ്കാരി നിയമത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനും സ്ഥിരം കുറ്റവാളികൾക്കെതിരെ തടങ്കൽ പാളയം ഉൾപ്പെടെയുള്ള കർശനമായ മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കാനും ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എക്സൈസ് മന്ത്രി എം ലിജുവിന്റെ ഈ അടിയന്തര ഇടപെടൽ എക്സൈസ് വകുപ്പിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ബാറുകൾ നിർദ്ദിഷ്ട സമയത്തിന് മുൻപോ ശേഷമോ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കും. സമയക്രമം ലംഘിക്കുന്ന ബാറുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കും. കള്ളുഷാപ്പുകളുടെ ഉൽപാദനവും വിതരണവും ട്രാക്ക് ചെയ്യുന്നതിന് ഡിജിറ്റൽ പെർമിറ്റ് സംവിധാനങ്ങളും QR കോഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിശോധനകളും വ്യാപിപ്പിക്കും. തങ്ങളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന് അതത് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർമാരും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരും വ്യക്തിപരമായി മറുപടി പറയേണ്ടി വരും. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ വകുപ്പ് തല നടപടികൾ ഉണ്ടാകും. എക്സൈസ് മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം കേവലം ഒരു അവലോകന യോഗം എന്നതിലുപരി വകുപ്പിന്റെ അനലഭിഷണീയമായ പ്രവണതകൾ അവസാനിപ്പിക്കാനുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കോട്ടയത്തെ ബാറുകളുടെ നിയമവിരുദ്ധ സമയക്രമത്തിന് തടയിടുന്നതിലൂടെയും പത്തനംതിട്ടയിലെ കള്ളവാറ്റ് വേരോടെ പിഴുതെറിയുന്നതിലൂടെയും പാലക്കാട്ടെ കള്ളുഷാപ്പുകളുടെ സുതാര്യമായ തരംതിരിവിലൂടെയും അബ്കാരി മേഖലയിൽ വലിയ രീതിയിലുള്ള അച്ചടക്കം ഉറപ്പാക്കാൻ സാധിക്കും. വിമുക്തി എന്ന ലഹരി വർജന ലക്ഷ്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നിയമപാലനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇത്തരം കർശന നടപടികൾ അനിവാര്യമാണ്.